നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ടോ? അതായത് ബോഡി ഹൈഡ്രേറ്റഡ് ആണോ അതോ ഡീഹൈഡ്രേറ്റഡ് ആണോ, ബോഡിയിൽ നിർജ്ജലീകരണം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശരീരം തന്നെ കാണിച്ചു തരുന്ന ഒരു 5 ലക്ഷണങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡായിട്ടുള്ള യൂറിൻ. നമ്മൾ മൂത്രം പോകുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ പോവുക. നല്ല വൈറ്റായിട്ട് ക്ലിയറായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ വിൻ്റർ സീസണാണ്, നമുക്ക് ദാഹം തോന്നണമെന്നില്ല, എന്നാലും കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. യൂറിൻ നല്ല ക്ലിയറായിട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. വരണ്ട കാലാവസ്ഥയും ഇതുപോലെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് മലബന്ധമാണ്. നിങ്ങൾക്ക് തൈറോയ്ഡ് പോലെ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ മലബന്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബോഡിയിൽ ആവശ്യത്തിന് വെള്ളമില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറയുന്നത് ക്ഷീണമാണ്. ദെൻ ലാസ്റ്റ് വൺ തലവേദന. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തലവേദന, അത് രാത്രിയിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്ന തരത്തിലുള്ള തലവേദന. അപ്പോൾ അങ്ങനെ ഒരു തലവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഏകദേശം 1.5 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നത് ഓരോ kgക്കും 30 ml വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ദാഹം തോന്നണമെന്നില്ല, എന്നാലും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അപ്പോൾ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളവും അതുപോലെ മിനറൽസും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണ്. ആവശ്യത്തിന് വെള്ളവും മിനറൽസും കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണോ എന്നൊരു സിമ്പിൾ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ കൈ വിരലുകളിൽ ഇതുപോലെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്യുക. പിഞ്ച് ചെയ്ത സ്കിന്ന് തിരിച്ചു പോകാനായിട്ട് എടുക്കുന്ന ടൈം കൂടുതലാണെന്നുണ്ടെങ്കിൽ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം.